തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളിയെ കാണാതായിരിക്കുകയാണ്. ഒരു മണിക്കൂർ മുമ്പാണ് ശുചീകരണത്തിനായി 3 തൊഴിലാളികൾ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഇറങ്ങിയത്. അതിലൊരാളെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള തെരച്ചിൽ തുടരുകയാണ്. അവിടെ വലിയ മാലിന്യം ഉള്ള ഒരു തോടാണ് ആമയിഴഞ്ചാൻ തോട്. ഇന്ന് സാധാരണയേതിനേക്കാൾ ഒഴുക്കുണ്ട്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 മണിക്കൂറായി നിർത്താതെ മഴ പെയ്യുകയാണ്. ഇപ്പോഴാണ് മഴയ്ക്ക് ചെറിയ ശമനം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനത്തിന് തത്സമയ ദൃശ്യങ്ങളാണ്. ഡാൻ കുര്യൻ അവിടെ നിന്നും ചേരുന്നുണ്ട്. ഡാൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോഴും വീണ്ടും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ മാലിന്യത്തിന്റെ അടിയിലേക്ക് മുങ്ങിപ്പോയിരിക്കുന്നത് നമ്മൾ കാണുന്നു. രക്ഷാപ്രവർത്തനത്തിനായി മറ്റ് 3 പേരെ നമുക്ക് ദൃശ്യങ്ങൾ കാണുകയും ചെയ്യാം. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, അഗ്നിശമന സേനയുടെ നമ്മുടെ തിരുവനന്തപുരം യൂണിറ്റിൽ നിന്നുള്ള 5 ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ആമയിഴഞ്ചാൻ തോട്ടിന്റെ കൈവഴിയിൽ, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഈ ആമയിഴഞ്ചാൻ തോട്ടിന്റെ കൈവഴിയിൽ ഈ ജോയി കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. 10:55 ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്തിന് ഒരു 50 മീറ്റർ മുൻവശത്ത് നിന്ന് ഇടതുവശത്ത് അദ്ദേഹം മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനിടയിൽ കൈവഴുതി ഈ മാലിന്യങ്ങൾ നിറഞ്ഞ ഈ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. അവിടെ നിന്ന് പിടുത്തം കിട്ടാതെ അദ്ദേഹം ഒഴുകി നീങ്ങുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് 2 ജീവനക്കാർ, അതോടൊപ്പം തന്നെ സമീപത്ത് കൂടി നിന്ന മറ്റ് ഉദ്യോഗസ്ഥർ, തൊട്ടടുത്തായുള്ള റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർ, അവരുടെ നേതൃത്വത്തിലാണ് ആദ്യഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. അതിന് പിന്നാലെ അഗ്നിശമന സേനയും മറ്റ് ഉദ്യോഗസ്ഥരും ഇവിടേക്ക് ഓടിയെത്തുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് ആർക്കും അതിനകത്തേക്ക് ഇറങ്ങാനോ ആ മാലിന്യങ്ങൾ കുമിഞ്ഞു കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാനോ കഴിയില്ല. കാരണം അവർ നിൽക്കുന്ന സ്ഥലം നമുക്കറിയാം, ഒരു അരയടി പൊക്കമുണ്ട്. അതേ പൊക്കത്തിൽ അതിന്റെ അവസാനിക്കുന്ന ഭാഗത്ത് മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടിക്കിടക്കുകയാണ്. ആ മാലിന്യങ്ങൾക്ക് ഇടയിലാണ് ഈ മാരായമുട്ടം സ്വദേശിയായ കരാർ ജീവനക്കാരൻ ജോയി കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് നമുക്ക് അവർ അവിടെ നടത്തുന്ന പരിശോധനകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആർക്കും ഈ ഓക്സിജൻ സിലിണ്ടർ മാസ്കും ഒന്നും വെക്കാതെ ആ ഭാഗത്തേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് 2 ഓക്സിജൻ സിലിണ്ടറുകൾ ഘടിപ്പിച്ചുകൊണ്ട് 2 ഉദ്യോഗസ്ഥർ ആ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന സ്ഥലത്തിനടിയിൽ പോയി ഒരു വട്ടം പരിശോധന നടത്തി തിരികെ മറ്റ് ഉദ്യോഗസ്ഥർക്ക് അടുത്തേക്ക് എത്തിയത്. ഒരു പക്ഷേ അദ്ദേഹം എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നത് കൃത്യമായി തന്നെ അവർ ആദ്യഘട്ടത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കണം. പക്ഷേ പെട്ടെന്ന് അവർക്ക് 2 പേർക്കും അവിടെ നിന്ന് അദ്ദേഹത്തെ ആ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന് വലിച്ച് മുകളിലേക്ക് കയറ്റാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഈ കയറുകൾ ഘടിപ്പിച്ച് അവർക്കൊപ്പം ഈ കയറുണ്ട്, ആ കയറ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചു വേണം പിന്നിലേക്ക് വലിക്കാൻ എന്ന് വേണം നമുക്ക് അവരുടെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കാൻ. അതിനുള്ള ക്രമീകരണങ്ങളാണ് അവർ സജ്ജമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ വലിയ വടങ്ങൾ മുകളിൽ നിൽക്കുന്ന ഈ കൈവഴിയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ കൈവശം കൊടുത്തിട്ടാണ് ആ 2 പേർ താഴേക്ക് പോയിരിക്കുന്നത്. ഒരുപക്ഷേ ആ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് ഈ കയർ അദ്ദേഹത്തിന്റെ ശരീരവുമായി ബന്ധിപ്പിച്ച ശേഷം പിന്നിലേക്ക് വലിച്ച് ആ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് അദ്ദേഹത്തെ ഉയർത്തി മുകളിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൌത്യം തന്നെയാണ് അഗ്നിശമന സേന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഈ ഘട്ടത്തിൽ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും 2 ഉദ്യോഗസ്ഥരാണ് 5 മിനിറ്റ് മുമ്പ് വീണ്ടും ആ മാലിന്യ കൂമ്പാരത്തിനടിയിലേക്ക് മുങ്ങി താണ് ഈ പരിശോധനയുടെ ഭാഗമായി അതിനടിയിലേക്ക് പോയിരിക്കുന്നത്. ഒരുപക്ഷേ അദ്ദേഹം എവിടെയാണ് അത് കുടുങ്ങിക്കിടക്കുന്നതെന്ന് ആദ്യം അവർ നടത്തിയ പരിശോധനയിൽ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം. ആ സാഹചര്യങ്ങൾ മുകളിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിന് വേണ്ടി ഒരു തവണ അവർ മുകളിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷമാണ് 5 മിനിറ്റ് മുമ്പ് വീണ്ടും ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്തേക്ക് വീണ്ടും അവർ മുങ്ങിയിറങ്ങിയത്. അതിനുശേഷം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പിന്നിലേക്ക് വലിക്കുകയാണ്. 2 ഉദ്യോഗസ്ഥർ ഇതാ മുകളിലേക്ക് എത്തുന്നു. അവർ ഏത് തരത്തിലായിരിക്കും അവരോട് ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കാം തുടർ നടപടികളുടെ കാര്യത്തിൽ ഒരു വ്യക്തമായ ധാരണ ഉണ്ടാകുക. ശരി, തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട്ടിലാണ് ശുചീകരണ തൊഴിലാളിയെ കാണാതായിരിക്കുന്നത്. മാരായമുട്ടം സ്വദേശി ജോയിയാണ് രാവിലെ ശുചീകരണത്തിനിടെ കൈവഴുതി ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് വീണത്. ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ്. രക്ഷാപ്രവർത്തനത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 5 ഉദ്യോഗസ്ഥരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി അവിടെയുള്ളത്. വലിയ മാലിന്യ കൂമ്പാരം ഉള്ള ഒരു തോടാണ് ആമയിഴഞ്ചാൻ തോട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പലയിടത്തു നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം, പലയിടത്തു നിന്നും ആ വെള്ളത്തിൽ മാലിന്യം അടിഞ്ഞുകൂടുന്ന, സ്ഥിരമായി മാലിന്യം അടിഞ്ഞുകൂടുന്ന ഒരു പ്രദേശമാണിവിടം. പലതവണ പരാതിപ്പെടുകയും ശുചീകരണം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോഴും
വീണ്ടും അത് പഴയപടിയാകുന്നത് വളരെ പെട്ടെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് പലതവണ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളതാണ്. എങ്കിൽ പോലും ഇപ്പോൾ മാലിന്യം കുമിഞ്ഞുകൂടിയതിനെ തുടർന്ന് വൃത്തിയാക്കാം എന്ന് പറഞ്ഞിറങ്ങിയ 3 തൊഴിലാളികൾ ഒരാളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന ഒരു തൊഴിലാളി അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചപ്പോൾ വലിയ ഞെട്ടലിലാണ് അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നയാളാണ് ഒഴുക്കിൽ പെട്ടുപോയത്. മഴ പെയ്തപ്പോൾ തങ്ങൾ കരയ്ക്ക് കയറുകയും ജോയി അകത്തേക്ക് ഇറങ്ങിപ്പോവുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഒഴുക്കിൽപ്പെടുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവർക്ക് തൊട്ടരികിലായി വലിയ രീതിയിലുള്ള മാലിന്യം അവിടെയുണ്ട്. ഡാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വെള്ളത്തിനൊപ്പം അത്രയും തന്നെ കനത്തിൽ അവിടെ മാലിന്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ പുതഞ്ഞു പോയതാകുമോ, അദ്ദേഹം അവിടെ പെട്ടുപോയതാകുമോ എന്നുള്ളതൊക്കെയാണ് സംശയം. അവരവിടെ തെരച്ചിൽ നടത്തി 2 തവണ ഈ മാലിന്യത്തിൻ്റെ അടിയിലേക്ക് മുങ്ങിത്താഴ്ന്നുകൊണ്ടുള്ള പരിശോധന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിൽ. അവർ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പോഴും ജോയിയെ കണ്ടെത്താനായിട്ടില്ല. ഇപ്പോൾ 1 മണിക്കൂർ പിന്നിടുന്നു ജോയിയെ കാണാതായിട്ട്. അതുകൊണ്ട് തന്നെ ആശങ്ക വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കരാർ തൊഴിലാളിയാണ് ജോയി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാരായമുട്ടം സ്വദേശിയാണ്. 3 തൊഴിലാളികളാണ് രാവിലെ ശുചീകരണത്തിനായി ഇറങ്ങിയത്. ആമയിഴഞ്ചാൻ തോട്ടിലാണ് ഇപ്പോൾ അപകടമുണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സ്ഥലം. വലിയ രീതിയിലുള്ള മാലിന്യം അടിഞ്ഞുകൂടുന്ന ഒരു പ്രദേശമാണ്. മൂക്കുപൊത്താതെ പ്രദേശത്തുകൂടി നടക്കാൻ പറ്റാത്ത അവസ്ഥ എപ്പോഴുമുള്ള ഒരു സ്ഥലം കൂടിയാണ് ആമയിഴഞ്ചാൻ തോട്. അത്രയധികം മാലിന്യം കുമിഞ്ഞുകൂടുന്ന ഇടം. ആ മാലിന്യത്തിനിടയിലേക്കാണ് ജോയ് എന്ന ശുചീകരണ തൊഴിലാളി ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമം അവിടെ തുടരുകയാണ്. 2 തവണ മാലിന്യത്തിനടിയിലേക്ക് ഓക്സിജൻ സിലിണ്ടറുമായി പോയ ഉദ്യോഗസ്ഥർ ഇപ്പോൾ മടങ്ങിയെത്തിയിരിക്കുന്നു. ജോയിയെ കണ്ടെത്താനായില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ അദ്ദേഹത്തെ എവിടെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. വലിയ രീതിയിലുള്ള മാലിന്യം അവിടെയുണ്ട്. ഡാൻ കുര്യൻ അവിടെ നിന്നും തുടരുന്നുണ്ട്. ഡാൻ, ഈ അപകടം നടന്നിട്ടിപ്പോൾ 1 മണിക്കൂർ കഴിയുന്നു. വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. വീണ്ടും മുങ്ങിത്തപ്പാൻ തന്നെയാണോ അവരുടെ തീരുമാനം? എന്തൊക്കെയാണ് വിശദാംശം? അശ്വതി, ഇടതുവശത്ത് നടത്തിയ പരിശോധനയിൽ അദ്ദേഹം ഒഴുകിപ്പോയത് ഇടതുവശത്ത് നിന്നാണ്. ആമയിഴഞ്ചാൻ തോടിന്റെ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളുള്ള ഇടതുവശത്ത് നിന്നാണ്, അതിന്റെ താഴെ നിന്നാണ്. പക്ഷേ ആ ഭാഗത്ത് അവർ അരിച്ചു പറക്കിയിട്ടും ആ ഭാഗത്ത് നിന്ന് ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വലതുവശത്തേക്ക് അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം ഉദ്യോഗസ്ഥർ 2 പേർ അതേ ഓക്സിജൻ സിലിണ്ടറുകൾ ധരിച്ച അതേ ഉദ്യോഗസ്ഥർ തന്നെ വീണ്ടും വലതുവശത്തേക്ക് പരിശോധനകളുടെ ഭാഗമായി മുങ്ങിത്താഴുകയാണ്. അവർ ആ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന ആമയിഴഞ്ചാൻ തോടിന്റെ വലതുവശത്തെ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഭാഗത്ത് അവ അവിടെ നിന്ന് നീക്കിക്കൊണ്ട് ആ പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടി വെള്ളത്തിന് അടിയിലേക്ക് ഇറങ്ങുന്ന സാഹസികമായ ദൌത്യത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്കറിയാം, വളരെ ശ്രമകരമായ ദൌത്യം. സാധാരണ ഒരു വെള്ളത്തിൽ പോലും മുങ്ങി നിൽക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അവിടെയാണ് ഇത്രയധികം മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന, മാലിന്യം കുമിഞ്ഞൊഴുകുന്ന ഈ തോട്ടിൽ വലിയ സാഹസികമായ ഒരു ദൌത്യത്തിന് നമ്മുടെ അഗ്നിശമന സേനയിലെ 5 ഉദ്യോഗസ്ഥർ വെള്ളത്തിനകത്തും മറ്റു ഉദ്യോഗസ്ഥർ കരയിലും മുകളിൽ നിന്നുകൊണ്ട് ഈ ദൌത്യങ്ങളിൽ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ അവിടെ നിന്ന് വെള്ളത്തിനടിയിൽ നിന്ന് കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് ഉയർത്തുന്ന നടപടികളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം ഈ അപകടം സംഭവിച്ചിട്ട് ഏതാണ്ട് 1.5 മണിക്കൂർ പിന്നിടുകയാണ്. പക്ഷേ ഇത്രയധികം സമയമായിട്ടും അദ്ദേഹം എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച വ്യക്തമായൊരു ധാരണയില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ കരയിലാണ്. പക്ഷേ കരയിൽ ഒരാൾ പൊക്കത്തിൽ അവർ ഈ മാലിന്യങ്ങൾ അവിടെ നിന്ന് ആദ്യഘട്ടത്തിൽ മാലിന്യങ്ങൾ മുകളിലേക്ക് ഉയർത്തി നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഇരട്ടിയിലേറെ മാലിന്യങ്ങൾ വീണ്ടും അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല, കഴിഞ്ഞ 3 മണിക്കൂറായി നഗരത്തിൽ ഇടചോരാതെ പെയ്യുന്ന മഴ അത് ഈ രക്ഷാദൌത്യത്തെ തടസ്സമായി ബാധിച്ചു എന്ന് വേണം പറയാൻ. കാരണം ഈ കൈവഴികളിൽ നിന്നടക്കം ഒഴുകി വരുന്ന വെള്ളം ഈ ആമയിഴഞ്ചാൻ തോട്ടിലൂടെ ഒഴുകി നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഈ ആമയിഴഞ്ചാൻ തോട്ടിന്റെ കൈവഴിയിലൂടെ ഒഴുകി വേണം മറ്റ് മറുവശത്തേക്ക് പോകാൻ. സ്വാഭാവികമായി ആ മാലിന്യ നീക്കത്തിന് ഇടയിലാണ്, ആ മാലിന്യ കൂമ്പാരത്തിന് ഇടയിലാണ് അദ്ദേഹം കുടുങ്ങിക്കിടക്കുന്നത്.
അല്ലെങ്കിൽ അവിടെ നിന്ന് അദ്ദേഹത്തെ കണ്ടെത്തി മുകളിലേക്ക് ഉയർത്തുക എന്ന് പറയുന്നത് അതിസാഹസികമായ ഒരു ദൌത്യമാണ്. 2 തവണ ഇതിനു മുമ്പ് സമാനമായ തരത്തിൽ വെള്ളത്തിനടിയിൽ മുങ്ങി ആ ഇടതുവശത്തെ മുഴുവൻ അവർ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ആ പരിശോധനയിലൊന്നും അദ്ദേഹത്തെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് വീണ്ടും അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം ആ 2 പേർ വീണ്ടും ഈ ഓക്സിജൻ സിലിണ്ടറുകളുടെ സഹായത്തോടെ ആ മാലിന്യ കൂമ്പാരത്തിനടിയിൽ മുങ്ങി പരിശോധിക്കുന്നതിന് വേണ്ടി ഇതിന്റെ വലതുവശത്തേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട്ടിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. ശുചീകരണ തൊഴിലാളിയായ മാരായമുട്ടം സ്വദേശി ജോയിയെ കാണാതായിട്ട് ഇപ്പോൾ 1.5 മണിക്കൂർ പിന്നിടുന്നു. പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ഈ ഓക്സിജൻ സിലിണ്ടർ, മാസ്ക്, അതോടൊപ്പമുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. വെള്ളത്തിനടിയിൽ വെളിച്ചം ദൃശ്യമാകുന്ന, കാഴ്ച ദൃശ്യമാകുന്ന തരത്തിലുള്ള വലിയ ക്യാമറകൾ അത് അവർക്കൊപ്പമുണ്ട്. അതോടൊപ്പമാണ് ഈ കയറുകൾ, വലിയ വടങ്ങൾ, അത് അവരുടെ വസ്ത്രത്തിൽ ബന്ധിപ്പിച്ചാണ് അവർ അവിടേക്ക് പോയിരിക്കുന്നത്. സ്വാഭാവികമായി അവർ നൽകുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഈ താഴെ നിൽക്കുന്ന 3 ഉദ്യോഗസ്ഥർ ഈ വടങ്ങൾ പിന്നിലേക്ക് വലിച്ചാണ് അവരെ അവിടെ നിന്ന് അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. അവർക്ക് സഹായം ചെയ്യുന്നതിന് വേണ്ടി 5 ഉദ്യോഗസ്ഥർ മുകളിലും നിൽക്കുന്നു. മറ്റുള്ളവർ പുറത്ത് ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഈ രക്ഷാദൌത്യം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2 മണിക്കൂറോട് അടുക്കാൻ പോകുന്നു ഈ അപകടം സംഭവിച്ചിട്ട്. ആ 2 മണിക്കൂറായി തുടരുന്ന രക്ഷാദൌത്യമാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് ഏത് വിധേനയും ആ മാലിന്യ കൂമ്പാരത്തിനടിയിൽ നിന്ന് എവിടെയാണോ അദ്ദേഹം കുടുങ്ങിക്കിടക്കുന്നത് ആ സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്വതി, അതാണ് ശുചീകരണ തൊഴിലാളിയായ മാരായമുട്ടം സ്വദേശി ജോയിയെ കണ്ടെത്താനുള്ള തെരച്ചിൽ അവിടെ തുടരുകയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 2 പേർ ഇപ്പോൾ വീണ്ടും ആ മാലിന്യങ്ങൾക്കടിയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ജോയിയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. വളരെ മോശം സാഹചര്യമാണ് അവിടെയുള്ളത്. ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം. കാരണം അത്രത്തോളം മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു തോടാണ് ആമയിഴഞ്ചാൻ തോട്. ഡാൻ, ഈ പ്രദേശത്ത് തന്നെ ഇവിടെ മാത്രമാണ്, നമ്മൾ ആദ്യം തുടക്കം മുതലേ ഇവിടെ മാത്രമാണ് ഒരു പരിശോധന നടക്കുന്നത്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് കാണാതായ ജോയി ഈ ഭാഗത്തു നിന്ന് താഴേക്ക് ഒഴുകിപ്പോകാനുള്ള ഒരു സാധ്യത അതൊക്കെ തള്ളിക്കൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാകും, ഈ മാലിന്യങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണോ ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത്? ഇതിന് മറുവശത്തായിട്ട് അശ്വതി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് വലിയ പൈപ്പുകൾ കടന്നു പോകുന്ന ഹോസുകളുണ്ട്. ആ ഹോസിനകത്താണ് അദ്ദേഹം കുടുങ്ങിയിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്തേക്ക് വലിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ ദൌത്യമാകും. ഇപ്പോൾ ആ 2 പേർ താഴെ മുങ്ങി പരിശോധന നടത്തിയ 2 പേർ ഇപ്പോൾ വീണ്ടും മറ്റ് ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവർ എന്ത് തരത്തിലുള്ള വിവരങ്ങളാണ് പങ്കുവെക്കുന്നത് എന്ന് വേണം നമുക്ക് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാകും ദൌത്യം എന്നതിനെക്കുറിച്ചൊരു സൂചനകൾ ലഭ്യമാകാൻ സഹായകരമാകുക. പക്ഷേ അദ്ദേഹം എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച സൂചനകളൊന്നും അവർ നടത്തിയ പരിശോധനയിൽ ലഭിച്ചിട്ടുണ്ടോ എന്നതിൽ സംശയങ്ങൾ ബാക്കിയാകുന്നു. അവർ വലിയ ആഴത്തിൽ മാലിന്യ കൂമ്പാരത്തിനിടയിൽ പരിശോധന നടത്തിയതിന് ശേഷമാണ് 2 പേർ ഇപ്പോൾ അവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റ് 3 ഉദ്യോഗസ്ഥരെ അരികിലേക്ക് എത്തി അവിടെ ഉണ്ടായ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. മൺവെട്ടിയും മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ച് സ്വാഭാവികമായി അഗ്നിശമന സേന കൈവശം കൊണ്ടുവന്ന മൺവെട്ടിയാണോ അതോ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ ജോയിയുടെ കൈവശം ഉണ്ടായിരുന്ന ഏതെങ്കിലും ഉപകരണങ്ങളാണോ? ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അല്പസമയം വിശ്രമിച്ചതിന് ശേഷം വീണ്ടും അതേ ഭാഗത്തേക്ക് തന്നെ അവർ ഇപ്പോൾ ഈ കയർ വടം വലിക്കുന്ന അതേ ഭാഗത്തേക്ക് തന്നെ പരിശോധനകളുടെ ഭാഗമായി വീണ്ടും മുങ്ങി പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമായിരിക്കും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുക. നമുക്കറിയാം, വലിയ സാഹസികമായ ദൌത്യത്തിന് നമ്മുടെ അഗ്നിശമന സേനയുടെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അശ്വതി, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം അവിടെ മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുന്നത് കാണാം. പക്ഷെ നമ്മൾ ഈ കാണുന്ന പരപ്പിലുള്ള മാലിന്യമല്ല, ഇത് അടിയിലേക്ക് ഇത്രയും തന്നെ വെള്ളം പോലെ തന്നെ ആ കനത്തിൽ മാലിന്യം അവിടെ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം അത്രയും ദുഷ്കരമാണ് അവർ മുങ്ങി തപ്പി തിരിച്ചു വരുമ്പോൾ അടക്കം വലിയ ബുദ്ധിമുട്ട് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്രത്തോളം കനത്തിൽ അവിടെ മാലിന്യം അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.
അത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. കാരണം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ കരയിൽ അവിടെ നിന്ന് എടുത്ത മാലിന്യങ്ങൾ, നീക്കം ചെയ്ത കുറച്ച് മാലിന്യങ്ങൾ മുകളിൽ ഉണ്ട്. അത് അവർക്ക് അവിടേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് സഹായകരമാകുന്നതിന് വേണ്ടിയാണ് ആ മാലിന്യങ്ങൾ കുറച്ചെങ്കിലും നീക്കി മുകളിലേക്ക് മാറ്റാൻ അവർക്ക് കഴിഞ്ഞത്. കാരണം അതുകൂടി താഴെയാണ് കിടക്കുന്നതെങ്കിൽ അതിനടിയിൽ പോയി പരിശോധന നടത്തുക എന്ന് പറയുന്നത് ഇതിനേക്കാൾ ശ്രമകരമായ ദൌത്യമായി മാറും. നമുക്കറിയാം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ മുങ്ങിത്തപ്പുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രത്യേകം സജ്ജീകരണങ്ങളുള്ള വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങൾ ആയി നമ്മുടെ അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ മുകളിലേക്ക് കയറി വരികയാണ്. എന്താണ് സംഭവിച്ചത് എന്നത് സംഭവിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അവർ മുകളിലേക്ക് വന്ന ഉദ്യോഗസ്ഥരുമായി അക്കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ മാത്രമേ അതുമായി ബന്ധപ്പെട്ട സൂചനകൾ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. പക്ഷേ അദ്ദേഹം എവിടെയാണ് എന്ന് ഇതിനോടകം നടത്തിയ പരിശോധനയിൽ അവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന്. കാരണം ആ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന സ്ഥലത്തിനപ്പുറത്തേക്ക് അതേ ദിശയിൽ അടിഭാഗത്തുകൂടി വീണ്ടും ആ മാലിന്യങ്ങൾ ഒഴുകുന്നുണ്ട്. ഏതെങ്കിലും ഭാഗത്താണോ ഇദ്ദേഹം കുടുങ്ങിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ആ ദൌത്യത്തിന്റെ ഒരു ഇടവേളയിൽ അവർ മുകളിലേക്ക് കയറി വരികയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവർ കൊണ്ടുവന്ന വലിയ വടങ്ങൾ, അതോടൊപ്പം മറ്റ് സജ്ജീകരണങ്ങളുള്ള വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങളൊക്കെ മുകളിലേക്ക് നൽകി 5 ഉദ്യോഗസ്ഥർ, അവരിൽ 2 പേർ മുകളിലേക്ക് കയറി വരാൻ തയ്യാറെടുക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതാണ് ഡാൻ കുര്യനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്യന്തം ദുഃഖകരമാണ്. അദ്ദേഹത്തെ കാണാതായിട്ട് ഇപ്പോൾ 1.5 മണിക്കൂർ കഴിയുന്നു. ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ശുചീകരണത്തിനിടെ വീണ മാരായമുട്ടം സ്വദേശിയാണ് ജോയിയെ കാണാതായിട്ട് മണിക്കൂറുകൾ കഴിയുമ്പോഴും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഫയർഫോഴ്സിന്റെ കൂടുതൽ ഉദ്യോഗസ്ഥരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ ആൾക്കൂട്ടമുണ്ട്. ഈ ജോയിക്കൊപ്പം ഉണ്ടായിരുന്ന 3 പേർ അവരവിടെ തന്നെ ഉണ്ട്. വലിയ ആഘാതത്തിലാണ് അവരുള്ളത്. അവർ 3 പേരും കൂടിയാണ് രാവിലെ ശുചീകരണത്തിന് ഇറങ്ങിയത്. മഴ ഉള്ളതുകൊണ്ട് തന്നെ 2 പേർ ശുചീകരണ പ്രവൃത്തികളിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു. അതേസമയം ജോയി വലത്തേക്ക് നീങ്ങിയപ്പോൾ അവിടെ ഒഴുക്ക് കൂടുതലുണ്ടായിരുന്നു, കൈവിട്ടു പോയി എന്നാണ് നേരത്തെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ശുചീകരണ തൊഴിലാളി നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഫയർഫോഴ്സിന്റെ വലിയൊരു ടീം തന്നെ അവിടെ ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ അവരെ കാണാം. ഒരു ഭാഗത്ത് ഉള്ള തിരച്ചിൽ അവിടെ ജോയിയെ കണ്ടെത്താനായില്ല. ഇനി അടുത്ത ഏത് രീതിയിലുള്ള തെരച്ചിലാണ് അവിടെ നടത്തുന്നത് എന്നുള്ളതാണ്. ആ പ്രദേശത്ത് നിന്നും വലിയ മാലിന്യ കൂമ്പാരമുണ്ട് ആ ജലാശയത്തിൽ. അതുകൊണ്ട് തന്നെ ദുസ്സഹമാവുകയാണ് കാര്യങ്ങൾ. ആളെ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ആ ഭാഗത്ത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അവിടെ നിന്നും മാറ്റിയ കുറച്ച് മാലിന്യങ്ങൾ അവിടെ കരയ്ക്ക് കയറ്റിയിട്ടിരിക്കുന്നത് കാണാം. ഇതുപോലെ എത്രയോ ടൺ മാലിന്യങ്ങൾ ഇതിനകത്തുണ്ടാകും. പലതവണ വൃത്തിയാക്കിയിട്ടും പഴയപടിയാകുന്ന, വളരെ പെട്ടെന്ന് തന്നെ പഴയപടിയാകുന്ന ആമയിഴഞ്ചാൻ തോട്ടിൽ ഇപ്പോൾ അപകടമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള വാർത്ത. മാരായമുട്ടം സ്വദേശിയായ കരാർ ജീവനക്കാരനായ ശുചീകരണ തൊഴിലാളിയാണ് അപകടത്തിൽപ്പെട്ടത്. അയാൾക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ വടം കെട്ടിക്കൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ തെരച്ചിൽ നടത്തുന്നതിന് ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ മാലിന്യത്തിന് ഒത്ത നടുവിലായി അവർ നിൽക്കുന്നു. ആ കാഴ്ച നമുക്ക് കാണാം. അവിടെ നിന്നുള്ള രക്ഷാ പ്രവർത്തനത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഡാൻ കുര്യൻ അവിടെ തുടരുന്നുണ്ട്. ഡാൻ, ഇപ്പോൾ എന്താണ് നടക്കുന്നത്? വിവരങ്ങൾ. അശ്വതി, ഈ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാലിന്യങ്ങൾ ഇപ്പോൾ ഉദ്യോഗസ്ഥർ നിന്ന സ്ഥലത്ത് ആ മാലിന്യങ്ങൾ ശക്തമായി വന്ന് കുമിഞ്ഞുകൂടും. ആ കുമിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യത്തിന് അടിയിലാണ് അദ്ദേഹം അകപ്പെട്ട് കിടക്കുന്നതെങ്കിൽ അവിടെ നിന്ന് അദ്ദേഹത്തെ ഉയർത്തി മുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ ദൌത്യമായി മാറും. അതുകൊണ്ട് തന്നെ ആ മുകളിൽ കുടുങ്ങിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഈ വലിയ വടത്തിൽ അതുമായി ബന്ധിപ്പിച്ച് അത് ഒന്ന് കലക്കി മറിച്ച് അല്ലെങ്കിൽ കുറച്ചെങ്കിലും മുകളിലേക്ക് ഇനിയും കയറ്റാൻ പറ്റുമെങ്കിൽ അത് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് അവർ നടത്തുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വെള്ളമല്ല, വെള്ളത്തിനടിയിൽ കുമിഞ്ഞിരിക്കുന്നത് മാലിന്യമാണ്. ആ അരയാൾ വെള്ളത്തിന്റെ പൊക്കത്തിൽ മാലിന്യങ്ങളാണ് നിറഞ്ഞിരിക്കുന്നത്. ആ മാലിന്യങ്ങൾക്കിടയിലാണ് ജോയി കുടുങ്ങിക്കിടക്കുന്നതെങ്കിൽ അവ അവിടുന്ന് ഇളക്കി മാറ്റി വേണം ആ പരിശോധനകൾ നടത്താൻ. ആ ദൌത്യമാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പുരോഗമിക്കുന്നതെന്ന് വേണം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ. ശരി, രക്ഷാപ്രവർത്തനത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട്ടിലാണ് ശുചീകരണ തൊഴിലാളിയെ കാണാതായത്. 2 മണിക്കൂറിനോട് അടുക്കുകയാണ് അദ്ദേഹത്തെ കാണാതായിട്ട്. മാരായമുട്ടം സ്വദേശിയായ ജോയിയാണ് അപകടത്തിൽ പെട്ടത്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ മാലിന്യ കൂമ്പാരത്തിനിടയിൽ തെരച്ചിൽ നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വടം കെട്ടി
മാലിന്യങ്ങൾക്കിടയിൽ പരിശോധന നടത്തുകയാണ്. തിരുവനന്തപുരത്ത് 2-3 മണിക്കൂർ നിർത്താതെ മഴ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആമയിഴഞ്ചൻ തോട്ടിൽ വലിയ ഒഴുക്കുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം കുറയുന്ന സാഹചര്യത്തിൽ മാലിന്യത്തിന് അകത്തേക്ക് അദ്ദേഹം പെട്ടിട്ടുണ്ടോ എന്നുള്ള ആശങ്കയിൽ അവിടെയുള്ള തെരച്ചിൽ നടത്തുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. Back.